SDPI ഒരു വർഗീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന വർഗീയ സ്വഭാവമുള്ള ആളുകളുടെ വോട്ട് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഒരു മുയൽ ചത്തു എന്ന് വിചാരിച്ചിട്ട് നഗരത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ തള്ളിക്കളയാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ്. ആ അവസരം തലസ്ഥാന നഗരത്തെ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അത്താണിയായി മാറേണ്ടതായിട്ടുള്ള ഒരു ഭരണകൂടം അത് സമ്പൂർണ്ണമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയിരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം അടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എന്നാലും ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ വലിയൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയിൽ തിളങ്ങിയ ആര്യ രാജേന്ദ്രൻ, നമ്മുടെ സ്വന്തം മേയർ കുട്ടി, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. മേയറായിട്ട് മത്സരിച്ചേക്കില്ല, പകരം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കും എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് BJP നേതാവായ MR ഗോപനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. സർ, ഇന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഇനി ഈ ഒരു കൗൺസിലറായി മത്സരിക്കില്ല, പകരം ഇനി മത്സരിക്കുന്ന നിയമസഭാ സീറ്റിലേക്കായിരിക്കും എന്നാണ് പുറത്തു വരുന്നത്. അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ? എന്താണ് തോന്നുന്നത് ആ ഒരു ചുവട് മാറ്റം? മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരവാസികൾക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഇന്ത്യയിൽ എന്നുള്ളല്ല ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാണ് CPM അന്ന് ആ കാലയളവിൽ പ്രചരണം നടത്തി. ആ സമയത്ത് എതിരാളികളാണ് എങ്കിൽ പോലും ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കും എന്ന പ്രതീക്ഷ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടിയായ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഈ വികസന മുരടിപ്പിൻ്റെയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിൻ്റെയും രാഷ്ട്രീയമായ അവിടെ നടക്കുന്ന അഴിമതിയുടെയും ഒക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായം കുറഞ്ഞു എന്ന് CPM അവകാശപ്പെടുന്ന ഈ മേയറുടെ പിടിപ്പുകേടും കഴിവുകേടും ആണ് ഇന്ന് നഗരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം, 2 ദിവസം മുന്നേ മഴ പെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് തലസ്ഥാന നഗരത്ത് ഏറ്റവും കോടിക്കണക്കിന് രൂപയാണ് ചെലവിട്ടിട്ടുള്ളത് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി. ആ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ആ റോഡുകൾ വെട്ടിക്കുഴിച്ച് മാസങ്ങളോളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച സമയത്ത് പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി നടന്നിട്ടുള്ള ആ പദ്ധതിക്ക് വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, വാട്ടർ അതോറിറ്റിയുടെയും KSEBയുടെയും അതുപോലെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഇനി ഒരു കാലഘട്ടത്തിലും നഗരത്തിൽ റോഡ് വെട്ടിപ്പൊളിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ കാണാൻ കഴിയുന്നത് ഇവിടെ റോഡുകൾ വെട്ടിക്കുഴിക്കാൻ പോവുകയാണ്. അട്ടക്കുളങ്ങര റോഡ്, കിളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് വെട്ടിപ്പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു MLA സീറ്റിലേക്ക് പാർട്ടി മത്സരിക്കാൻ പോകുന്നത് ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുരിതമായിരിക്കും. തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഏത് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചാലും സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ളത് നഗരവാസികൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായി കഴിഞ്ഞു. കാരണം അവരുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പോലും മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ആന മണ്ടത്തരമായി പോയി എന്ന് അവരുടെ സഖാക്കളാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ MLA ആയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായി MLA സീറ്റിലേക്ക് മത്സരിക്കപ്പെട്ടാൽ ജനങ്ങൾ തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സാർ, CPMന്റെ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായ നേമത്തായിരിക്കും ആര്യ രാജേന്ദ്രൻ മത്സരിക്കുക എന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CPMന്റെ ഈ സീറ്റ് BJPക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇപ്പോ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ പ്രതിദാനം ചെയ്യുന്ന വാർഡ് മുടവൻമുകൾ വാർഡാണ്. നേമം നിയോജക മണ്ഡലത്തിനകത്ത് ഉൾപ്പെടുന്ന ആ വാർഡിലെ കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖർജി മത്സരിച്ച പാർലമെന്റിൽ 967 വോട്ടിന് BJP ലീഡ് ചെയ്തിട്ടുണ്ട്. CPMനെ പുറകിലാക്കിക്കൊണ്ട് മേയർ ഏറ്റവും നല്ല വികസനം ചെയ്യുന്ന സ്വന്തം വാർഡിൽ പോലും വോട്ട് പിടിക്കാൻ സാധിക്കാത്ത മേയറാണ് എന്ന് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പാർലമെന്റിൽ നടന്ന തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നേമ നിയോജക മണ്ഡലത്തിൽ സ്വന്തം വാർഡിനകത്ത്, സ്വന്തം മണ്ഡലത്തിനകത്ത് പിടിക്കാൻ കഴിയാത്ത വോട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാം.
സാർ ഇപ്പോൾ വൻ അഴിമതികൾ നടത്തുന്ന നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഇവിടെ നേമത്ത് മത്സരിക്കാൻ വന്നാൽ കഴിഞ്ഞ തവണ മറ്റേ STPI ശിവൻകുട്ടിയെ ജയിപ്പിച്ചു വിട്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇത്തവണയും ആര്യ രാജേന്ദ്രന്റെ അത്തരത്തിൽ STPI ജയിപ്പിച്ചു വിടുകയാണെങ്കിൽ BJP വീണ്ടും ആ മണ്ഡലം കൈവിട്ടു പോവല്ലോ. STPI ഒരു വർഗീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന വർഗീയ സ്വഭാവമുള്ള ആളുകളുടെ വോട്ട് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഒരു മുയൽ ചത്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാവശ്യവും ചക്ക വീണ് മുയൽ ചാവില്ല. അത് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ്. ആ വർഗീയ പാർട്ടിയുടെ വോട്ട് വാങ്ങി വിജയിച്ച ആ കാലഘട്ടം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായല്ലോ, പണം കൊടുത്ത് വാങ്ങിച്ചു. അപ്പോ ഇപ്പം നമ്മുടെ മേയറിന്റെ ഇപ്പോഴത്തെ ഒരു ഭരണം അല്ലെങ്കിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ മേയർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു തിരിച്ചടി തന്നെ മേയർക്ക് കിട്ടാൻ ചാൻസും ഉണ്ടല്ലോ. അപ്പൊ അതും BJPക്ക് അതൊരു സീറ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ആയി മാറും എന്ന് ഉറപ്പല്ലേ? ജനങ്ങൾ മേയറെ അല്ലെങ്കിൽ സർക്കാരിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഒരു സമയം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൽ വളരെ യാഥാർത്ഥ്യമാണ്. കാരണം ആറ്റുകാൽ പൊങ്കാല, കോവിഡ് കാലത്ത് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാല സമയത്ത് തുടങ്ങിയ തട്ടിപ്പ്, കിച്ചൺ ബിന്നുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ പട്ടികജാതി വികസന ഫണ്ടുമായി തട്ടിപ്പ്, നഗരത്തിലെ 100 കണക്കിന് തട്ടിപ്പ്, പുറത്തു വന്നതും വരാത്തതുമായിട്ടുള്ള തട്ടിപ്പ് ഒരുപക്ഷെ 2020 മുതൽ 25 ഈ അവസാനിക്കാൻ പോകുന്ന 2011 അവസാനിക്കാൻ പോകുന്ന ഈ ഭരണകൂടത്തിന് കീഴിൽ ഒരുപക്ഷെ ഈ മേയർ അധികാരത്തിലിരിക്കുന്ന സമയത്താണ്, തലസ്ഥാന നഗരത്ത് ഭരിക്കുന്ന ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അവർ ഏത് തരത്തിലുള്ള പരീക്ഷണം നടത്തിയാലും നഗരത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ തള്ളിക്കളയാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ്. ആ അവസരം നഗരവാസികൾ ഫലപ്രദമായി വിനിയോഗിക്കും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. എന്താണ് ഇത്തവണത്തെ, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ? എന്തൊക്കെയാണ് BJP ജനങ്ങളുടെ ഹിതമനുസരിച്ചിട്ടുള്ള പരിപാടികൾ അതാത് സമയത്ത് പ്ലാൻ ചെയ്യും. അതിപ്പോ മുൻവിധിയായിട്ട് പറയാൻ സാധിക്കുന്നതല്ല. എന്തായാലും സർക്കാരിനെതിരെ വലിയൊരു പോരാട്ടത്തിന് BJP ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശബരിമല വിഷയമല്ല ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ ഒരു വിഷയത്തിലും കൂടി? തീർച്ചയായിട്ടും നമുക്കിപ്പോ ശബരിമല സന്നിധാനത്ത് നടന്നിട്ടുള്ള കൊള്ള, സ്വർണ്ണക്കൊള്ള ഒരുപക്ഷെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിന് പങ്കില്ലാതെ അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടുത്തെ പണി ചെയ്യാൻ നിയോഗിക്കുന്ന ആളെ ദേവസ്വം ബോർഡ് അറിയാതെ നിയോഗിക്കാൻ സാധിക്കുമെന്ന് കേരളത്തിലെ മലയാളികൾ ആരും വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, ഈ ഭരണകൂടം അധികാരത്തിൽ വന്ന ശേഷം നടത്തിയിട്ടുള്ള കൊള്ളയും അതുപോലെ തന്നെ തട്ടിപ്പുകളും ഒന്നും പുറത്തു വരാതിരിക്കാൻ എല്ലാം പാർട്ടി കവചം കൊണ്ട് മൂടി കൊണ്ടുപോകുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അത് ഏറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മേയർ കാരണം ഒരുപാട് പാവങ്ങളുടെ കഞ്ഞുമുടി മുട്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ യദുവിനൊക്കെ ഓർമ്മ ഉണ്ടാവില്ല, നമ്മുടെ KSRTC. അതുപോലെ നടു റോഡിൽ വെച്ച് പല രീതിയിലുള്ള പരിപാടികളാണ് സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഗണേഷ് കുമാർ ആണെങ്കിലും അതുപോലെ തന്നെ മേയർ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള റോഡ് ഷോസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് അതിനോട് പ്രതികരിക്കുന്നത് BJP? അത് ഒരു യദുവിന്റെ കാര്യം മാത്രമല്ല, തലസ്ഥാന നഗരത്തെ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അത്താണിയായി മാറേണ്ടതായിട്ടുള്ള ഒരു ഭരണകൂടം അത് സമ്പൂർണമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. സമ്പൂർണ്ണ പരാജയം എന്ന് പറയുന്നത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമല്ല. നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ വർഷങ്ങളായി 4 പ്രാവശ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലമായി പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അവിടെ അവതരിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന അഴിമതിയെക്കുറിച്ചിട്ട് നിരന്തരമായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പോരാടിയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒരംഗം എന്ന നിലയ്ക്ക് ഈ നഗരവാസികൾ അത്തരം അഴിമതികളൊന്നും മറക്കാൻ ഇടയില്ല. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അതിന് ഉതകുന്ന മറുപടി ജനങ്ങൾ നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഈ മേയർ കുറഞ്ഞ വയസ്സിൽ തന്നെ അധികാരത്തിലേറിയെന്ന ഒരു ഹുങ്ക് ഉണ്ട്. അതെന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാറ്റി കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ പ്രായമല്ലല്ലോ, പ്രായത്തേക്കാൾ കൂടുതൽ ഒരു തലമുറ, യുവതലമുറ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷ 5 വർഷമായി മങ്ങലേക്കുകയല്ലേ.
അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി നഗരസഭ മാറിയിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള അഴിമതിയുടെയും ഒരു ഒരു ആസ്ഥാന കേന്ദ്രമായി തലസ്ഥാന നഗരത്തെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരസഭ മാറിയെന്ന് പറയുമ്പോൾ കേരളത്തിൽ പോലും അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്കറിയാം, ഏതിനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കറവ പശുവായി തലസ്ഥാന നഗരത്തിലെ നഗരസഭാ ഭരണകൂടം മാറിയിരിക്കുന്നു. അതിൻ്റെ ഫലം, അതിൻ്റെ ജനങ്ങൾ, ആ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ വോട്ടിൽ കൂടി പ്രതികരിക്കുക തന്നെ ചെയ്യും. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ ഇപ്പൊ മേയറിനെ ക്ഷണിക്കുകയാണ് എന്നുള്ളത് എന്തായാലും CPM അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. എന്നാലും നിയമസഭയിലെ കളിയരങ്ങുകൾ നമുക്ക് നന്നായിട്ട് അറിയാം. ശിവൻകുട്ടി കാണിച്ചു കൂട്ടിയതും ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതും എല്ലാം നമുക്കറിയാം. ഇനി മേയറിന്റെ ഒരു ഷോ കൂടി അവിടെ നിയമസഭയിൽ കാണേണ്ടി വരുമോ? ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം തലസ്ഥാന നഗരത്തെ ഏത് മണ്ഡലത്തിലെയും ജനങ്ങൾ അതിന് അവസരം ഒരുക്കി കൊടുക്കൂല എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്.